നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച വിവാദത്തിൽ ഇപ്പോഴും സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിൽ തന്നെ നിൽക്കുകയാണ്. ഇടയ്ക്ക് ഉയർന്ന മറ്റു ചില വിവാദങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അതുപോലെ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ തന്നെ കേരളത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, കൂടാതെ ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന ഒരു അവസരത്തിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വാർത്തകൾ ഇപ്പോൾ നമ്മൾ പുറത്ത് കേൾക്കുന്നില്ല. പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ ദിവസവും പരിശോധനകളും റെയ്ഡും അതുപോലെ അറസ്റ്റുമൊക്കെ തന്നെ രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും കുറേ ദിവസങ്ങളായി എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ യാതൊരു മാർഗവുമില്ല. മാത്രമല്ല, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്ന് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ മൊഴിയാകട്ടെ പ്രത്യേക അന്വേഷണ സംഘം ഇനിയും എടുത്തിട്ടുമില്ല. ഇതിനിടയിലാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പിൻ്റെ വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ആലപ്പുഴ ജില്ലയിൽ അരൂർ മുതൽ കൃഷ്ണപുരം വരെയുള്ള വിവിധ ക്ഷേത്രങ്ങളുടെ ഭൂമി, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ഭൂമി ദേശീയപാതാ വികസനത്തിന് വേണ്ടി ഏറ്റെടുത്തിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രമുഖ ക്ഷേത്രങ്ങളുടെയൊക്കെ തന്നെ ഭൂമിയാണ് ഇത്തരത്തിൽ ദേശീയപാതാ വികസനത്തിനായി സർക്കാർ ഏറ്റെടുത്തത്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വളരെ വിചിത്രമായൊരു വാർത്ത, ഇതിനായി അനുവദിച്ച പണം സംസ്ഥാന സർക്കാരിനാണ് ലഭിച്ചത് എന്നാണ്. സാധാരണഗതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ഭൂമി ഏറ്റെടുത്തതിൻ്റെ പണം എങ്ങനെയാണ് സർക്കാർ ലഭിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇത് സംബന്ധിച്ച വിവരാവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇതിലെ ഭൂമിയുടെ വില സർക്കാരിന് ലഭിക്കുകയും അവിടെയുള്ള കെട്ടിടങ്ങൾ ഏറ്റെടുത്തതിൻ്റെ പണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ലഭിച്ചു എന്നുമാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. 27 കോടി രൂപയിലധികം ആണ് ഇതിനായി കേരള സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഇത് സംബന്ധിച്ച ഒരു വിവരാവകാശം നൽകിയിരുന്നു. ഇതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അധികൃതർ നൽകിയ മറുപടിയിലാണ് ഇത് സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. ഇതിൽ ഏറ്റവും അധികം പണം ലഭിച്ചിരിക്കുന്നത് അമ്പലപ്പുഴയിലെ ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിനാണ്. 7 കോടിയിലധികം രൂപയാണ് ഇതിനായി അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഇത്തരത്തിൽ റോഡ് വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുത്ത ക്ഷേത്രങ്ങളുടെ പലതിൻ്റെയും അവസ്ഥ ഇപ്പോൾ അതിശോചനീയമാണ് എന്നാണ്. പല അമ്പലങ്ങൾ ചുറ്റുമതിലുകളില്ലാതെയും അതുപോലെ അതിൻ്റെ കെട്ടിടങ്ങളൊക്കെ തന്നെ നാമാവശേഷമായി ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ അവയുടെ പുനരുദ്ധാരണത്തിന് ഇതിൽ നിന്ന് ഏതെങ്കിലും പൈസ ചിലവാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ പണം എങ്ങോട്ട് പോയി എന്നുള്ളതാണ് ഇവിടെ വരുന്ന പ്രസക്തമായ ചോദ്യം. ഈ അമ്പലങ്ങളുടെ ഭൂമി റോഡ് വികസനത്തിനായി ഏറ്റെടുത്തപ്പോൾ കേന്ദ്ര സർക്കാർ അനുവദിച്ച പണമൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ കൈക്കലാക്കി എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഇത് ദേവസ്വം ബോർഡിന് ലഭിച്ച ഒരുപക്ഷെ തുച്ഛമായ തുക മാത്രമായിരിക്കാം. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുത്തത് എന്നുള്ള സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ എത്ര തുകയാണ് കൈമാറിയെന്നുള്ളത് സംബന്ധിച്ചുള്ളത് പോലും ആർക്കും അറിവില്ലായിരുന്നു. ഈ ഒരു വിവരാവകാശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്നുള്ള വിവരങ്ങളിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലെ ക്ഷേത്രങ്ങളുടെയൊക്കെ തന്നെ ഭൂമി കെട്ടിടങ്ങൾ ഏറ്റെടുത്ത വകയിൽ ലഭിച്ച ഈ ഇത്രയും വലിയൊരു തുകയിൽ 27 കോടി രൂപയിൽ ഈ സർക്കാർ അത് മുഴുവൻ കൈക്കലാക്കി കൊള്ളയടിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത്. കാരണം ഇവ ഒന്നും തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനോ അല്ലെങ്കിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ഉപയോഗിച്ചിട്ടേയില്ല. ഈ ഭൂമി തങ്ങളുടേതാണ്, കേരളത്തിലെ എല്ലാ ഭൂമിയും സർക്കാരിൻ്റേതാണെന്നുള്ള അവകാശവാദം ഉന്നയിച്ചായിരിക്കാം ഈ പണം മുഴുവൻ ഇപ്പോൾ സർക്കാർ കൈക്കലാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ച്, അത് മാത്രമല്ല എല്ലാ ദേവസ്വം ബോർഡും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വ്യാപകമായ ഈ കൊള്ളയുടെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് ലഭിച്ചത് 7.38 ലക്ഷം രൂപയാണ്. ഈ ക്ഷേത്രങ്ങളുടെ വികസനം അല്ലെങ്കിൽ അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിന് തങ്ങളുടെ കയ്യിൽ ഫണ്ടില്ല എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോഴും വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇത്രയും വലിയൊരു തുക കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടും നഷ്ടപരിഹാരം നൽകിയിട്ടും എന്തുകൊണ്ട് അവ ഈ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ തുക സർക്കാർ ഏറ്റെടുത്ത് ഇത് ഏത് വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കൃത്യമായി ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഈ പണം കേരള സർക്കാർ ഉപയോഗിച്ചത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. ക്ഷേത്ര സ്വത്തുക്കളിൽ നിന്ന് തന്നെ തങ്ങൾ കൈവയ്ക്കുകയില്ല എന്ന് കേരള സർക്കാർ പറയുമ്പോഴും ഈ ക്ഷേത്രത്തിനായി ലഭിച്ച, ക്ഷേത്രങ്ങളുടെ പേരിൽ അവരുടെ ഭൂമിയുടെ പേരിൽ ലഭിച്ച ഈ ഭൂമി മുഴുവൻ സർക്കാർ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. ഇതിൻ്റെ പിന്നിലും ഒരുപക്ഷെ വലിയ തോതിലുള്ള ക്രമക്കേട് നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഒരു രാമപുരം ക്ഷേത്രത്തിന് മാത്രമാണ് അതിൻ്റെ പണം കോടതിയിൽ കെട്ടിവെക്കേണ്ടത്. അവിടെയുള്ള ചില നിയമപ്രശ്നങ്ങൾ കാരണമാണ് കേന്ദ്ര സർക്കാർ പണം അവിടെ കെട്ടിവെച്ചത്. ബാക്കിയെല്ലാം സർക്കാർ തന്നെ നേരിട്ട് കൈപ്പറ്റുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങൾക്ക് ലഭിച്ചതുപോലെ തന്നെ ഇതേ ജില്ലയിലെ ഈ സ്ഥലങ്ങളൊക്കെ തന്നെയുള്ള മറ്റ് സ്വകാര്യ ക്ഷേത്ര ട്രസ്റ്റുകളുടെ കീഴിലുള്ള ഭൂമിയും കെട്ടിടങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തിരുന്നു. അതിനായി അവർ പണം കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു. പക്ഷേ
ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ചെയ്തത് ഇത്തരത്തിൽ ലഭിച്ച പണമെല്ലാം തന്നെ അതത് ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനും അവിടുത്തെ മറ്റ് പൂജാതി കാര്യങ്ങൾക്കുമായി വിനിയോഗിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമാണ് തങ്ങൾക്ക് കിട്ടിയ പണം ക്ഷേത്രങ്ങളുടെ വികസനത്തിനായി 5 പൈസ പോലും ചിലവാക്കാതെ ഇത് സ്വന്തമാക്കി ഇപ്പോൾ വലിയ കോടികളുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇത് ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ വലിയൊരു വിവാദമായി മാറാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യവും തർക്കമില്ലാത്തതാണ്. ഏതായാലും വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതാവായ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ നടത്തിയ ഒരു പോരാട്ടത്തിൻ്റെ കൂടി ഫലമാണ് ഇപ്പോൾ ഇതിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ.